ഇപ്പൊ ആളുകളൊക്കെ ചോദിക്കാറില്ല ഈ പൈസ കൊണ്ടൊക്കെ നിങ്ങൾ എന്താ ചെയ്യണേ, അല്ലെങ്കിൽ സേവിങ്സ് ഒക്കെ ആക്കി വെക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. കല്യാണം ആവാറാകുമ്പം എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട്. എന്റേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അമ്മേനെ അച്ഛനെ അത്രയും ബുദ്ധിമുട്ടിക്കണ്ട, അങ്ങനെ വേണ്ടിട്ട് ഞാൻ ഒരുപാട് സേവ് ചെയ്ത് പറയില്ല. ഈ ബ്ലാക്ക് ഹണ്ടേഴ്സ് എന്നുള്ളൊരു പേര് വന്നത് എങ്ങനെയാ? അതെന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ വീട്ടിലെ പ്രണയമൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഫോൺ പോയി. അപ്പൊ കൊറോണ ടൈമില് വെളിയിൽ ഇറങ്ങാനും പറ്റത്തില്ല. അപ്പൊ അണ്ണനാണെങ്കിൽ ഫോണും മേടിച്ച് തരത്തില്ല. അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ബ്രദറിനെ പ്രേമിച്ച് കെട്ടാം, എനിക്ക് നമുക്ക് ആയിക്കൂടാ അങ്ങനെ അല്ലേ? അതെ അതെ, അത് എല്ലാ വീട്ടിലും അങ്ങനെ ആണല്ലോ. അത് ചേട്ടന്റെ സ്നേഹം കൊണ്ടായിരിക്കും. അല്ല, അവര് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അനിയത്തി എന്തെങ്കിലും തെറ്റായി പോയോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അനിയത്തിയുടെ ഭാവി സേഫ് ആക്കാനല്ലേ എല്ലാവരും വിചാരിക്കും. ആണ്. അങ്ങനെ ഫോൺ മേടിച്ചു തന്നു. അപ്പം ഈ വീട്ടിലാണെങ്കിൽ ഈ ടോർച്ചർ, ഈ കല്യാണം ഇതെങ്ങനെ കളയണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നിഗൂഢമായിട്ടുള്ള ഒരു എന്താണ് ഇമെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യണോന്ന് വിചാരിച്ച് വെച്ചതാ. അത് പിന്നെ യൂട്യൂബ് ചാനൽ പിന്നെ പേര് മാറ്റാൻ പോയില്ല. ആ ഒരു മെയിൽ ഐഡി വെച്ച് തന്നെ പിന്നെ ആ ഒരു ബ്ലാക്ക് ഹണ്ടർ തന്നെ മുന്നോട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് ഈ പേര് ഓക്കെ ആയിരുന്നു? എന്ത് പേരാണെങ്കിലും പ്രശ്നമില്ല, യൂട്യൂബ് ഉണ്ടായാൽ മതി അവിടെ. അതായിരുന്നു നമുക്ക് നമ്മളെ ചേട്ടത്തിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു. ചേട്ടത്തി എന്ന് പറയുമ്പോ അത് നമ്മളൊരു വല്യമ്മേടെ, അവര് പുറത്താണ്, കുഞ്ഞമ്മയുടെ അമ്മാവന്റെ മോൻ എന്നൊക്കെ പറഞ്ഞോളൂ. എനിക്ക് ഇതുവരെ വന്നിട്ട് ഞാൻ കസിൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കണക്ഷൻ പറഞ്ഞിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പറ, അമ്മാവന്റെ അല്ലല്ലോ വല്യമ്മയുടെ മോന്റെ വൈഫ്, അവര് പുറത്താണ്. അപ്പൊ അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കയറി ക്ലിക്ക് ആവുന്ന കാണുമ്പോ നമ്മക്കൂടെ കൊണ്ടുവന്നപ്പോ ചേട്ടത്തി പ്ലേ ബട്ടൺ വരുമ്പോ നമ്മക്കൂടെ കാണിച്ചു സിൽവർ, അങ്ങനെ നമ്മൾ ഗോൾഡ് മേടിച്ചു. നമ്മൾ സ്വന്തമായിട്ട് ഗോൾഡ് മേടിച്ചു. നമ്മളെ വീട്ടിലുണ്ട്. ഇതൊക്കെ എവിടെയാ സൂക്ഷിച്ചു വെക്കുക? എന്റെ വീട്ടിലാണ് സൂക്ഷിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ ഷൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ കൂടാനായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ, അല്ലാണ്ട് പുറത്തേക്ക് പോകുന്ന പരിപാടി ഒന്നുമില്ല? ട്രിപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോവാറുണ്ടോ നിങ്ങൾ? അമ്മ വിടാറില്ല. അമ്മ അമ്മ വീട്ടിൽ നിന്ന് അങ്ങനെ വിടൂല. ആണോ? അതല്ലേ പറഞ്ഞു, നമ്മളൊരു ഗ്രാമമാണ്. എന്നാലും ഒരു ട്രിപ്പൊക്കെ പോണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കല്യാണം കഴിച്ചിട്ടാണ് ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുക. ഇനിയിപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവര് 3 പേരും കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പൊ മൂന്നാമത്തെ നാലാമത്തെ ആള് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു തുടങ്ങുമല്ലോ, കല്യാണം ഒന്നായില്ലേ, വീട്ടിന്റെ ഫ്രണ്ടിൽ വല്ല എഴുതി ഒട്ടിക്കണം. ചോദിച്ചു തുടങ്ങി, ഇപ്പഴേ എഴുതി വെക്കണം അവിടെ. ഇല്ല, എല്ലാവരും യൂട്യൂബില് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കെട്ടുന്നില്ലേ, മുതുക്കായല്ലോ. അവർക്കാണ് പ്രശ്നം, നമ്മളെ കെട്ടാതിരിക്കുന്നതിന് അവർക്കാണ് പ്രശ്നം. ഒരു കുറച്ചൊരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെട്ടിയില്ലെങ്കിലാണ് നാട്ടുകാർക്കും സാധാരണ ഇല്ലാത്ത വിഷമമാണ് നാട്ടുകാർക്ക്. സാധാരണ ഈ പെൺകുട്ടികൾ കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും പൊതുവെ ഇങ്ങനെ ഒരു കരക്കമ്പി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരദൂഷണവും തല്ലും ഒക്കെ ആവും. ഇത് അടിച്ചു വിരിഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മള് സാധാരണ ഒരു കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തോ തോന്നുന്നു, നിങ്ങൾ അത് അപ്പാടെ അങ്ങ് മാറ്റിയിട്ടില്ലേ? അതെ അതെ, മാറ്റിയിട്ടുണ്ട്. പരദൂഷണം അങ്ങനെയൊന്നുമില്ല, അല്ലാത്ത രീതിയിലായി ചെറിയ പെൺപിള്ളേരല്ലേ നമ്മൾ. ആരായാലും ഒത്തുവിടുമ്പം പറഞ്ഞു പോകും. ഇപ്പൊ ചേച്ചി അതുവഴി പോകുമ്പോ പോണു നോക്കടി, അങ്ങനെ പറഞ്ഞു പോകും. ആരായാലും പോവും. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചിട്ടില്ലല്ലോ ഇതുവരെ? എന്തോ കഥയുണ്ട്, പറ. അങ്ങനെയില്ല, വഴക്ക് കൂടുന്നത് ഈ വീഡിയോ എടുക്കാൻ സമയത്ത് വരാത്തതിന് അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർ രണ്ടുപേരും വീട്ടിൽ കിടന്ന് തന്നെ അടി ആവാറായി. ഞാൻ അടി കൂടൂലെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അടി തുടങ്ങുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് അല്ലേ? അപ്പം എന്താണ്, നിങ്ങൾ അല്ലാണ്ടുള്ള കണ്ടന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സജഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്പയർ ചെയ്ത് വീഡിയോ ചെയ്യാറുണ്ട്? സിസ്റ്റേഴ്സ് ആവുമ്പോഴത്തേനെ കുറച്ചുകൂടി ഈ അങ്ങനത്തെ തല്ലുപിടുത്തങ്ങൾ വേറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ്.
നമ്മളെന്തൊക്കെ അപരാധം നമ്മളെ സ്വന്തം ചെയ്താണ് വീഡിയോ ചെയ്തത്. അതാണല്ലോ നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾ കൺസെപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്യുക. അപ്പൊ ഇപ്പൊ ഞാൻ ഇവരുടെ വീഡിയോ ഞാൻ ഇപ്പൊ വന്നു കയറിയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എനിക്ക് അറിയത്തേ ഇല്ല, അറിയാത്തൊരു സമയത്ത് കണ്ട വീഡിയോ ആണ്, ഒരു കണ്ണ് കാണില്ലാത്ത ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ട്ടാ. അപ്പൊ ഞാനിപ്പോ അത് എപ്പോഴോ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവരെ വിളിച്ചപ്പോഴേക്കും ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ ഓർമ്മയില്ല, എപ്പോഴോ ചെയ്ത വീഡിയോസ് ആണ്. നല്ല റീച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ, ഭയങ്കര റീച്ച് ആയിട്ടുള്ള. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടിരിക്കാനായിട്ടൊരു. അറിയുന്നവരത് ചോദിക്കാറുണ്ട് ആ വീഡിയോസ്. അതൊക്കെ നിങ്ങൾ എങ്ങനെയാ പ്ലാൻ ചെയ്തെടുത്തത്, അല്ലെങ്കിൽ അത് കണ്ടന്റ് ഒക്കെ അതും എല്ലാം ചേച്ചിയെടുത്താലേ എങ്ങനെയാ ഇപ്പൊ കൺസെപ്റ്റ് നിങ്ങൾ പക്ക സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതോ അതോ ഇങ്ങനെ പറഞ്ഞു ഇല്ല, ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് തോന്നുന്നു അതാ എടുക്കും. അല്ല നമ്മള് വേറെ ഒന്നും ചെയ്തില്ല. എന്താണ് ആ ഒരു തോന്നുന്നത്. ചില നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലേ അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ്, ഒരു കിഡ്നി ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് വരാറ്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ എവിടെന്നാ ചൂസ് ചെയ്തെടുക്കുക? അത് റിയൽ ലൈഫിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്യുന്നതാണോ അതോ എങ്ങനെയാണ്? ഇല്ല, നമ്മൾ ഒരു വീഡിയോ ഇടുമ്പം ആൾക്ക് എങ്ങനെയുള്ള വീഡിയോസ് ആണ് ഇഷ്ടം. അപ്പൊ ഈ ഒരു ഇമോഷണൽ വീഡിയോ ഇടുമ്പം കൂടുതൽ കമന്റ്സും കിട്ടും, വ്യൂസും കിട്ടും. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ചുള്ള വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പൊ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ചിരിക്കുന്നതിനെയും കാട്ടി ഇഷ്ടം ചിന്തിക്കുന്നതും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. അതുകൊണ്ടാണ് പിന്നെ നമ്മള് അങ്ങനത്തെ കണ്ടന്റ് ഇടുന്നത്. സിനിമയിലേക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ചാൻസ് അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, നമ്മള് ബമ്പർ ചിരി പോയായിരുന്നു, പിന്നെ വിളിച്ചു, പിന്നെ നമ്മള് പോയില്ല. സിനിമയിൽ അവസരം കിട്ടിയ പോവില്ല, അങ്ങനെയാണോ? അങ്ങനെ ഇല്ല, കുഴപ്പമില്ല, വിളിച്ചോ. പക്ഷെ ഇപ്പൊ പോവാൻ ആഗ്രഹമില്ല. ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും ജോലി ചെയ്യല്ലേ? ആണോ? യൂട്യൂബില് ക്ലാസ് മാത്രം. ഓ, ഇതങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലേ? അതെല്ലാരും പറഞ്ഞിട്ടില്ല. ഡിഗ്രി ചെയ്യുക. ഓക്കെ. അപ്പം അങ്ങനെ എല്ലാരും ഇങ്ങനെ ഒരു തെറ്റായതാണ്, ഞാൻ തമാശക്ക് പറഞ്ഞാ. ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഒരു പണിക്കൊന്നും പോകണ്ടല്ലോ. ഇല്ല, ഇപ്പൊ കേരളത്തിൽ പഠിച്ച പണി ഇല്ലല്ലോ. ഞാൻ ഡിഗ്രി എടുത്തു, BEd എടുത്തു, PG എടുത്തു, എന്നിട്ട് പണിയും ജോലിയൊന്നും കിട്ടുന്നില്ല. എവിടെയായിരുന്നു പഠിച്ചതും കാര്യങ്ങളൊക്കെ? ആക്ടിങ് കോളേജിലായിരുന്നു ഇവിടെ BA ചെയ്തത്. ഇക്ബാലിലായിരുന്നു BEd, PG കാര്യവട്ടത്ത്. ഇവള് MBA കഴിഞ്ഞു, വർക്കലയിലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, നേരത്തെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കളറിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ചില കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ആ വീഡിയോസിന്റെ താഴെ അതിന്റെ കമന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവുന്നത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയായിരുന്നു അതൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു? ഓവർകം ചെയ്ത് ഇപ്പോഴും കളിയാക്കുന്ന ആൾക്കാരുണ്ട്. അത് ഫാമിലിയിൽ തന്നെ ഉള്ള ആൾക്കാർ, പുറത്തുനിന്നും ഉണ്ട്, കൂടെ പഠിച്ചവരുണ്ട്, സീനിയേഴ്സ് ആയിട്ടുള്ളവരെയൊന്നും കളിയാക്കൽ കേട്ടിട്ടുണ്ട്, ഫാമിലിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ ഇവരാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഇത്രയധികം സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വന്ന റൂമിനകത്ത് കയറി ഇരിക്കും, അതായിരുന്നു ഞാൻ. ഇവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഇവളാണ് എന്നെ മാറ്റിയെടുത്തത്. എന്നുവെച്ചാല് എന്തായിരുന്നു ആൾക്കാർ പറഞ്ഞോണ്ടിരുന്നത്? അതായത് വെറുതെ ഇങ്ങനെ നമ്മള് ഡയറക്റ്റ് ആയിട്ട് ഒന്നും പറയില്ലല്ലോ. എന്ത് ഡ്രസ്സ് ഇട്ടാലും ഇത് കൊള്ളൂല, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടായിരിക്കും ആ ഡ്രസ്സ് വാങ്ങിച്ചിട്ടത്. അപ്പൊ എന്ത് ഷാമിയാന പന്തല, ഈ തുണി കൊള്ളൂല, നിനക്ക് ഇട്ട ചേരൂല, ഈ കളർ കൊള്ളൂല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ കോളേജിൽ, അപ്പം ഞാൻ ചേർന്ന ടൈം, ഒന്നാമത് എനിക്ക് ആ കോളേജ് ഇഷ്ടമല്ലായിരുന്നു, ഇഷ്ടമല്ലാതെയാണ് അവിടെ പോയത്. അപ്പോൾ ഞാൻ ഇൻ്റർവെൽ ടൈമിന് വരാന്തയിൽ കൂടി ഇങ്ങനെ നടന്നപ്പം സീനിയേഴ്സ് ബോയ്സ് അവിടെ കിടന്ന് ബഹളം വെച്ച് ഇങ്ങനെ നിൽക്കുന്നപ്പം ഞാനിങ്ങനെ അതുവഴി നടന്നു പോയപ്പോൾ ഒരു ചെറുക്കൻ, എൻ്റെ അടുത്ത് വന്ന ഒരു ചെറുക്കനെ പിടിച്ച് മാറ്റിയിട്ടായിരുന്നു, മാറുന്നില്ലടാ, തൊട്ടാ കറുത്തു പോകുമെന്ന്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത്. കുഴപ്പമില്ല, നമുക്കത് മനസ്സിലാവും പെട്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പൊ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സുന്ദരി എന്ന് പറയുന്ന ഇവളാണ്. മുത്തി ചേച്ചിയുടെ കാണാൻ എന്ത് സുന്ദരി, എല്ലാ കമന്റിലും നമ്മളെയൊക്കെ മാറി കിടന്ന് ഇവളാ നിങ്ങൾ കൂടെ നിൽക്കുമ്പോഴാണ് ആൾക്കും ആ ഒരു നമ്മളെയും കാട്ടി ഇവക്ക് ഭയങ്കര കാണാൻ നല്ല ഐശ്വര്യമാണ്. അത് താഴെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് കാണുമ്പോഴേക്കും നിങ്ങൾ എവിടെയെങ്കിലും മാളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്താ പറയാ, ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊക്കെ നമ്മൾ ഈ
കണ്ടന്റ് വീഡിയോസ് ചെയ്യുമ്പോൾ ചിലപ്പം അമ്മ വേഷമൊക്കെ ആയിരിക്കും കെട്ടുന്നത്. അപ്പൊ അത് കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ അയ്യോ നിങ്ങൾക്ക് ഇത്ര പ്രായം കുറവായിരുന്നോ എന്ന് ചോദിക്കണം. ആലോചിക്കും നമുക്ക് ഭയങ്കര 10-35 ആ ഒരു ഏജ് ഉണ്ടെന്ന് വിചാരിക്കും. ആ മുടിയൊക്കെ നരപ്പിച്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ നേരിട്ട് കാണുമ്പോ അയ്യോ ഇത്രയും കൊച്ചു പിള്ളേരാണ് സുന്ദരികളാണല്ലേ, ഞാളിനി കമന്റ് സുന്ദരി അല്ലെന്ന് പറയണത് അങ്ങനെയൊക്കെ വന്ന് പറയും. ഇപ്പൊ ഈ ഭയങ്കര ആന്റിമാരുടെ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഇതുണ്ടല്ലോ, മുടിയൊക്കെ മറ്റേ പൗഡറൊക്കെ അപ്പം ഇത് ഒരുപാട് പ്രായമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യുമ്പോ അങ്ങനെ എന്തെങ്കിലും മാറി നിൽക്കാറുണ്ട്? അതിൽ നിങ്ങൾ ആരാണ് അത് ഒരു മടിയും കൂടാതെ ഞാൻ ചെയ്തോളാം അത് ഏറ്റെടുക്കുന്നത്? മുന്നേ പണ്ട് ഇങ്ങനത്തെ കോളേജ് കുമാരി മാത്രമേ മുന്നേ ചെയ്യുള്ളൂ. ഇപ്പൊ ചെയ്യും. അമ്മായി അതെല്ലാം ഞാനും മുഖ്യാണ് ഡീൽ ചെയ്തോണ്ടിരുന്നത്. വേഷങ്ങള് ഇപ്പൊ ഞാൻ ചെയ്യുന്നു. അന്നേരം ഒരു മടിയോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? എങ്ങനെയെങ്കിലും വീഡിയോ കണ്ടന്റ് ചെയ്തിട്ടാ മതിയല്ലോ, അങ്ങനെ മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു കുഞ്ഞു ഗെയിം ആയാലോ? റെഡിയാണോ ഗൈസ്? റെഡി അല്ലേ ഗൈസ്? എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ 4 പേരെ ഇങ്ങനെ തിരിച്ചിങ്ങനെ നിരനിരയായിട്ട് നിർത്തും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു പേപ്പർ നിങ്ങളുടെ മുതുകത്ത് വെച്ചിട്ട് ഞാനൊരു പടം വരയ്ക്കും. എനിക്ക് പിന്നെ ഭയങ്കര പടം വരയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ വരയ്ക്കുന്നത് എന്തായാലും അടിപൊളിയായിരിക്കും. പക്ഷെ അങ്ങ് അറ്റത്ത് വരെ എത്തുമ്പോ ആ പടം അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് പേപ്പർ കൈമാറാം. താങ്ക് യു. അവിടെ കൊടുത്തോളൂ. ടെസ്റ്റ് പേപ്പറിന്റെ ഒരു ഫീൽ കിട്ടും. ശരി കേട്ടോ, തുടങ്ങിക്കോട്ടെ. അറിയുന്നുണ്ട? അതെ, വരച്ചായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ അറിയോ വരച്ചതറിഞ്ഞോ? വെറും വര. മരമാണോ വരയ്ക്കുന്നത്? എനിക്കറിഞ്ഞൂടെ ആണെന്നാണ്. ഞാൻ മരമാണ്. ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് ചങ്കറപ്പുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് തിരിക്കാൻ മറ്റേ ജയിപ്പുള്ളി എടുക്കുന്നതല്ലേ? അപ്പോഴോ മനസ്സിലായി ഞാൻ ടെഡി ബിയറിന്റെ കൈയും കാലും വരയ്ക്കുന്നത്. അവിടെ മനസ്സിലായി മരത്തിന് കണ്ണു. അവിടെ എന്താ ആപ്പിൾ മരം? ഇതെന്താ റൂട്ട്? ഉരുളക്കിഴങ്ങ് വല്ലോണോ? ഉരുളക്കിഴങ്ങിന്റെ മരം അല്ല, ഉരുളക്കിഴങ്ങിന്റെ മരം നിങ്ങൾ കണ്ടോളൂ. ലാസ്റ്റ് 4 വട്ടം ഇടുന്നു മനസ്സിലായിരുന്നു. ഞാൻ വിചാരിച്ചിനി ടെഡി ബിയർ അല്ല, ഇനി ഞാൻ വരയ്ക്കുന്ന മൂങ്ങ എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എന്റെ ടെഡി ബിയർ എങ്ങനെയുണ്ട്? വേറെ ആരുമില്ലെങ്കിൽ ഇത് നിങ്ങള് ഞാൻ വിചാരിച്ച് ആദ്യം ഈ കാലും കൈയൊക്കെ വരച്ചപ്പോഴേക്കും എനിക്ക് ടെൻഷനായി പോയി. പക്ഷെ നിങ്ങൾക്ക് പിന്നെ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നത് കൊണ്ട് വട്ടമാണല്ലേ ഇനി വരച്ചത്? എനിക്ക് വരയായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇത് വരച്ചപ്പോ എനിക്ക് ലവ് പോലെയാണ് തോന്നിയത്. ലവ് വരച്ചു, ലവും വരച്ച് കുറെ മുട്ടകളുണ്ട്, പല്ലിന്റെ ഒരു ഷേപ്പ് ഉണ്ട്, മറ്റേ സ്ട്രക്ചറൊക്കെ വരയ്ക്കുമ്പോൾ സാധനമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഡെന്റിസ്റ്റ് ആവാനായിട്ടാണോ പ്ലാൻ? ഓക്കെ ഗൈസ്, അപ്പൊ അടിപൊളിയായിരുന്നു, ടാസ്ക് ഒക്കെ അടിപൊളിയായിരുന്നു. എന്താ പറയാ, കുറച്ച് ചിരിച്ച് ഞാൻ വിചാരിച്ചു, എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും പടം വരയ്ക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ഞാനെന്ന്. എന്നെ നിങ്ങൾ തെളിയിപ്പിച്ചു തന്നു, അതിനൊരുപാട് നന്ദി. അപ്പോൾ ഇനി കുറേ വീഡിയോസൊക്കെ ചെയ്യണം, നമുക്ക് കാണണം. ഒരുപാട് എന്താ പറയാ, കുറേ കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ ഇട്ട് ഈ കല്യാണത്തിന്റെ തിരക്കായതുകൊണ്ട് അതിന് സമയം
സമയം ഇനിയും ടൈം ഉണ്ട്. മുത്തിന്റെ നേർത്താണ് എന്താണ് ഓണത്തിന്. അപ്പൊ ഇവര് രണ്ടുപേരും കല്യാണം ആവാറായെന്നുണ്ടെങ്കിൽ അടുത്ത ആള് അത് എടുത്ത് മാനേജ് ചെയ്യാ, അതെ, കോർഡിനേറ്റ് ചെയ്ത്. അപ്പൊ ഇവർക്ക് സമയം കിട്ടിയെന്നല്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം താലിയിടുമ്പോൾ ഞാൻ വീട് പിടിക്കാൻ ഇറങ്ങണമെന്ന് തോന്നുന്നു. വേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്? കാരണം വരാനും കണ്ടന്റ് പറഞ്ഞു കൊടുക്കുമ്പോ വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോ അങ്ങനെയാണ് പറഞ്ഞു തരും, നീ ഇവിടെ നിന്ന് എടുത്ത് കഴിച്ചു. ഇവിടെ നിന്ന് എടുത്തു തരും. അപ്പൊ ദൂരേക്കാണോ ഇനി പോകുന്നതൊക്കെ? ആണല്ലേ. അപ്പൊ വിഷമൊന്നുമില്ല നിങ്ങക്ക്? ഉണ്ട്. കരയണം. എന്നെ കൂടെ ഒന്ന് കാണാൻ പിടിച്ച് കരയണം. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇനി ആളുകൾ വിചാരിച്ചല്ലോ ഞങ്ങക്ക് ബോണ്ടിങ്. അപ്പൊ അടിപൊളി ഗൈസ്, കാണാൻ പറ്റിയതിൽ സന്തോഷം. അപ്പൊ ഇനിയും കാണാം. ബൈ.